Hello friends and viewers, Namaskaram. Good morning to you all. ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സാലഡാണ്. ഇപ്പോൾ സാലഡെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് സാധാരണ സാലഡാണല്ലോ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ആളല്ല. ഇത് അല്പം കോണ്ടിനെൻ്റൽ ടൈപ്പ് ഒരു സാലഡാണ്. ഇതിൻ്റെ പേരാണ് പ്രോട്ടീൻ സാലഡ്. പ്രോട്ടീൻ, ഈ സാലഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ആണ് കൂടുതൽ കിട്ടുക. പ്രോട്ടീനും അതിൻ്റെ കൂടെ തന്നെ ഫൈബറും കിട്ടുന്നതാണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സാധാരണ ഐറ്റങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അത് വൈറ്റമിൻസ് ആണ് കൂടുതലുണ്ടാവുക. വൈറ്റമിൻസ് സി ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലുണ്ടാവുക. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പ്രോട്ടീനാണ് മെയിനായിട്ട് നമ്മളിത് ഉണ്ടാക്കുക. പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുക. അപ്പോൾ ഞാൻ ഓരോ ഐറ്റത്തിൻ്റെയും അതിൻ്റെ വിശേഷത, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഏറ്റവും ആദ്യം നമ്മൾ ഇതിൽ കുക്കുംബറാണ്, ഇംഗ്ലീഷ് കുക്കുംബറാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അതിങ്ങനെ രണ്ട് തലയും ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുവേ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇംഗ്ലീഷ് കുക്കുംബർ ആയതുകൊണ്ട് ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. തൊലിയോടുകൂടി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ കുക്കുംബർ ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമ്മൾ റാഡിഷാണ്. ഹിന്ദിയിൽ മൂലി എന്ന് പറയും. പിന്നെ നമ്മളിവിടെ മുള്ളങ്കി എന്ന് പറയുന്ന സാധനമാണ്. മുള്ളങ്കി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അത് കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കട്ടിങ് തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഐറ്റം എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി ഡി സീഡ് എന്ന് പറയും. ഡി സീഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരു മാറ്റിയതാണ്, തൊലി മാത്രമാണ്. അത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ അടുത്തത് സാധാരണ നമ്മൾ സവാളയാണ്, ഓനിയനാണ് ചേർക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഓനിയൻ ഇങ്ങനെ സ്പ്രിങ് ഓനിയൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ഓനിയൻ കിട്ടിയത് കാരണം ഞാൻ ഓനിയനായിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ ഈ സ്പ്രിങ് ഓനിയനെ ചേർക്കുന്നുള്ളൂ. ഇനി അടുത്തത് ഇതിന് ലെറ്റ്യൂസ് എന്ന് ആൾക്കാർ പറയും. ലെറ്റസ് എന്ന് പറഞ്ഞതാണ് ചേർക്കേണ്ടത്. അത് കിട്ടാനില്ല. പല സാധനവും നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടാനില്ല. അതിന് പകരം എനിക്ക് ചൈനീസ് ക്യാബേജാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞാനിവിടെ വെച്ചിരിക്കുന്നു. പിന്നെ അടുത്തത് യെല്ലോ പെപ്പർ ആൻഡ് റെഡ് പെപ്പർ. നമ്മൾ ക്യാപ്സിക്കം ആണ്. റെഡ് ക്യാപ്സിക്കം എന്ന് പറയും, യെല്ലോ ക്യാപ്സിക്കം എന്ന് പറയും. പിന്നെ അടുത്തത് നമ്മുടെ ഇത് ഒന്നാമത് കിട്ടാനില്ലാത്തത് കാരണം ഞാൻ ഇത് ബ്രോക്കളിയാണ്. ബ്രോക്കളി. അതുപോലെ ഞാനിത് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ ഇതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്കുംബറിൻ്റെ ഗുണഗണങ്ങൾ നിങ്ങളെന്ന് അറിയണ്ടേ. കുക്കുംബറിൻ്റെ ഗുണങ്ങൾ ഇതിൽ ഫൈബറാണ് ഏറ്റവും കൂടുതൽ. കുക്കുംബർ ഫൈബർ, ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഫൈബർ. പിന്നെ അടുത്ത റാഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ, നമ്മുടെ ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന സാധനമാണ് റാഡിഷ് എന്ന് പറയുന്നത്. പിന്നെ തക്കാളി പിന്നെ എല്ലാവർക്കും അറിയാം, എൻസൈമുകൾ ഇഷ്ടമാതിരിയുള്ള ഒരു പച്ചക്കറി സാധനമാണ് ഇത്. പിന്നെ അടുത്തത് നമ്മൾ ഒനിയൻ ഞാൻ പറഞ്ഞു, ഒനിയൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാം. പിന്നെ ലെറ്റ്യൂസ് അല്ല എങ്കിലും ഇത് വൈറ്റമിൻസും ഫൈബറും ഉള്ള സാധനമാണ് ചൈനീസ് ക്യാബേജും. അടുത്ത യെല്ലോ പെപ്പർ ആൻഡ് റെഡ് പെപ്പർ. ഇത് വെയിറ്റ് ലോസിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ബ്രോക്കോളി, ഇപ്പം ഞാൻ പറഞ്ഞത് ബ്രോക്കോളി ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് ഇതിനൊരു അല്പം ഒരു പണിയുണ്ട്. നമ്മളിത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ബ്ലാഞ്ച് ചെയ്യാറുണ്ട്. തിളച്ച വെള്ളത്തിലിട്ട് ബ്ലാഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പച്ച നിറം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഇതേമാതിരി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം സ്റ്റീം കൊള്ളിക്കണം, ആവി കൊള്ളിക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നിൽക്കും. ഈ കളറൊക്കെ കിട്ടുന്ന ഇതാണ്. അതിനൊരു മൂടി വെച്ച് വെക്കുകയും ചെയ്യുക. അപ്പോൾ അത് ഒന്ന് ആവി കയറട്ടെ.
അടുത്തത് നമ്മുടെ വൈറ്റ് രാജ്മയാണ്. വൈറ്റ് രാജ്മ അന്ന് ഇത് കിട്ടാൻ അല്പം പ്രയാസപ്പെട്ടു. ഇതും പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ് വൈറ്റ് രാജ്മ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പീനട്ട് ഉണ്ട്, നമ്മുടെ നിലക്കടലയും ഇതേമാതിരി പ്രോട്ടീൻ്റെ ഒരു കലവറയാണ്. അത് ഇഷ്ടംപോലെ പ്രോട്ടീൻ ഉള്ളതാണ്. പിന്നെ ഉള്ള കാബൂളി ചന, നമ്മുടെ വെള്ളക്കടല എന്ന് പറയുന്നത് കാബൂളി ചന, അതും ഇതുപോലെ പ്രോട്ടീൻ ഇഷ്ടംമാതിരി ഉള്ളതാണ്. പിന്നെ അടുത്തത് നമ്മുടെ പനീറാണ്. പനീറും ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ പ്രോട്ടീനുള്ള ഒരു സാധനമാണ്. ആ സമയത്തിനുള്ളിൽ സ്റ്റീം ചെയ്യുന്നതിനുള്ളിൽ നമുക്ക് ഈ നിലക്കടല ഒന്ന് വറുത്തെടുക്കാം. നിലക്കടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൊലി കളഞ്ഞ നിലക്കടലയാണ്, പീനട്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പീനട്ട് ഫ്രൈ ആയി, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ബ്രോക്കലി ആവി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരല്പം ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ആവി കയറുന്നുണ്ട്. ബ്രോക്കലി ആവി കയറി കഴിഞ്ഞു. നമുക്കിനി ഇത് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ ഈ പനീർ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ബ്ലാഞ്ച് ചെയ്യാം. അത് ഇന്നേരം ഒന്നും വേണ്ട, ചെറിയ സമയത്ത് അല്പസമയം വെച്ച് കഴിഞ്ഞാൽ മതി. ചൂടുവെള്ളത്തിൽ ഇതാണ് ബ്ലാഞ്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ ആവി കയറ്റിയാലുള്ള ഗുണം. കണ്ട കളർ നല്ല കളറായിട്ടുണ്ട്. അതേ സമയത്ത് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ബ്ലാഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് തണുത്ത വെള്ളത്തിൽ നമുക്ക് തണുപ്പിച്ചെടുക്കും. പക്ഷേ ഇത്രയും കളർ കിട്ടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ പനീറാണ്, പ്രോട്ടീൻ്റെ കലവറയാണ്. അതിപ്പോൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്തിട്ട് ഇത് അരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതായി. ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. അതിതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗ്രീൻ ഒലീവ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഗ്രീൻ ഒലീവ്സ് ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ചേർക്കുന്നേ ഉള്ളൂ, ഈ റെസിപ്പിയിൽ ഉള്ളതല്ല. എങ്കിലും ചേർത്താൽ നല്ലതാണ്. നമ്മുടെ ഗ്രീൻ ഒലീവ്സ് ആണിത്. അതേപോലെ തന്നെ വേറൊന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ കേട്ടിട്ടുണ്ടാവും, ഹാലപ്പിനോസ് എന്നാണ് ഇതിൻ്റെ പേര്. ഹാലപ്പിനോസ് എന്ന് പറയുകയാണെങ്കിൽ ആൽപ്പിനോസ് എന്നാണ് പറയുക. ഇത് മെക്സിക്കനാണ്, മെക്സിക്കൻ ചില്ലിയാണ്. മെക്സിക്കോ ഇതുവരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് പച്ചയായിട്ട് കിട്ടാൻ പ്രയാസമാണ്. ഇത് ബ്രൈനിൽ നമ്മുടെ ഉപ്പുവെള്ളത്തിലിട്ടിട്ടാണ് കിട്ടുക. ഇത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ വേണ്ട, യാതൊരു നിർബന്ധവും ഇല്ല. അതൊക്കെ ചേർക്കണമെന്ന്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇതിൻ്റെ നമ്മുടെ സാലഡിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ഡ്രസ്സിങ് പറയും. ആ ഡ്രസ്സിങ്ങിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഡ്രസ്സിങ്ങിൽ ഏറ്റവും ആദ്യം വേണ്ടത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് നമ്മൾ ചേർത്തു. ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നമുക്ക് അടുത്തത് വേണ്ടത് എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിലാണ്. ഇതുകൊണ്ടാണ് ഇതിനെ ഡ്രസ്സിങ് ഓയിൽ എന്ന് പറയപ്പെടുന്നത്. എക്സ്ട്രാ വിർജിൻ ഡ്രസ്സിങ് ഓയിൽ എന്ന് പറയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അടുത്തത് നമുക്ക് ബ്ലാക്ക് പെപ്പർ ചേർക്കണം. ഇനി അടുത്ത റോസ്റ്റഡ് ജീര പൗഡറാണ്. ഇതൊരു പ്യുവർ കോണ്ടിനെൻ്റൽ അല്ല, ഇതൊരു ഇൻഡോ കോണ്ടിനെൻ്റൽ എന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് ചാട്ട് മസാലയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ കൂടി ചേർന്നാണെന്ന് പറയാൻ കാരണം. അടുത്തത് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സാണ്, നമ്മുടെ മല്ലിയില. ഇത്ര ഐറ്റങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ ഡ്രസ്സിങ്. അത് ഉപ്പും കൂടെ ചേർക്കണം. നമ്മൾ ഡ്രസ്സിങ് തയ്യാറാക്കുന്ന ഇതിന് ഡ്രസ്സിങ് എന്നാണ് പറയുക. ഇത് നമ്മളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ
നമ്മൾ ഒഴിക്കും. അപ്പം നമുക്കിനി നമ്മുടെ സാലഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഏകദേശമായി. ഇനി നമ്മൾ സാലഡിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുന്ന നടപടിയാണ് അടുത്തുള്ളത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഏറ്റവും ആദ്യം നമ്മുടെ കുക്കുംബർ, ഇംഗ്ലീഷ് കുക്കുംബറാണ്, ക്യുക്കുംബർ, അത് നമ്മൾ ചേർത്തു. അതിനുശേഷം റാഡിഷാണ് നമ്മുടെ മുള്ളങ്കി ചേർത്തു. ഇനിയുള്ളത് ലെറ്റസ് ആണ്. അതിന് പകരം ഞാൻ ചേർക്കുന്നത് ചൈനീസ് ക്യാബേജാണ്. അത് രക്ഷയില്ല, കിട്ടാനില്ല. ഇനിയുള്ളത് നമ്മുടെ തക്കാളിയാണ്, ടൊമാറ്റോ, സീഡ്ലെസ് ടൊമാറ്റോ ആണ്. ഇനിയുള്ളത് നമ്മുടെ ബ്രോക്കളിയാണ്, ബ്രോക്കളി. ഇനി നമുക്ക് സ്പ്രിംഗ് ആണ്, ഓനിയനാണ്. ഓനിയന് പകരം ഞാൻ സ്പ്രിംഗ് ഓനിയനാണ് ചേർക്കുന്നത്. അതിൻ്റെ ഗ്രീനും ചേർക്കുന്നുണ്ട്, അതിൻ്റെ ആ സ്റ്റെം അടിയിലുള്ള ബൾബും ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേക ഒരു ഓനിയൻ ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നമ്മുടെ കാബൂളി ചനയാണ്, വൈറ്റ് വെള്ളക്കടല. ഇനി അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് യെല്ലോ പെപ്പർ, റെഡ് പെപ്പർ, പീനട്ട്, നമ്മുടെ നിലക്കടല വറുത്തെടുത്തു. ഇത് കാണുമ്പോൾ കുറേ അധികം ഐറ്റം ഉണ്ടാവും അല്ലേ. ഇനി നമ്മൾ ഓപ്ഷണലായിട്ട് ചേർക്കുന്ന കാര്യമാണ് ആൽപ്പിനോസ് ചേർക്കുന്നു. ഇത് ഓപ്ഷണലായിട്ടുള്ള ഒരു നിർബന്ധവും ഇല്ല. ആദ്യം ഒലിവ് ചേർത്തു, അതിനുശേഷം നമ്മൾ ആൽപ്പിനോസ് ചേർത്തു. ഗ്രീൻ ഒലിവാണ് ചേർത്തത്. അതിനുശേഷം ഇനി ഒരു 2-3 ഐറ്റം കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ വെള്ള രാജ്മ, പിന്നെ പച്ചമുളക്, പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ പനീർ. ഇത് നമ്മുടെ സാലഡ് അല്പം കൂടുതലായത് കാരണം നമുക്കിത് ഇത് പാത്രം ഒന്ന് മാറേണ്ടി വന്നു. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഡ്രസ്സിങ് ആണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഡ്രസ്സിങ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒഴിക്കാം. ഇത് സാലഡുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡ്രസ്സിങ് ആൻഡ് ഡ്രസ്സിങ് ഓയിൽ. അത് മെയിനായിട്ട് ഡ്രസ്സിങ് ഓയിൽ നമ്മൾ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിലുകളാണ് ചെയ്യുക. നമുക്കെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇൻഡോ കോണ്ടിനെൻ്റൽ പ്രോട്ടീൻ സാലഡ് എന്ന വിഭവം ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇത് പ്രിപ്പറേഷൻ അധികം സമയമൊന്നും വേണ്ട. പക്ഷേ ഈ സാധനങ്ങളെല്ലാം ഒരുക്കി എടുക്കുന്നതിനാണ് സമയം. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിയും. എല്ലാം കൂടെ ഒരുക്കി പിന്നെ ഉള്ളത് അല്പം ഡ്രസ്സിങ്ങിൻ്റെ മാത്രം താമസമുള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഇത് കഴിയും. പിന്നെ ഇത് ഇത്ര പ്രയാസപ്പെട്ട് കഴിഞ്ഞാലും ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ വളരെ പോഷകസമ്പുഷ്ടമായ ഒരു പ്രോട്ടീൻ സാലഡാണ്. ഈ പ്രോട്ടീൻ മാത്രമല്ല, എൻസൈമുകളുണ്ട്, അതുപോലെ മറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ഇതുപോലുള്ള തന്നെ പല സംഗതികൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി എപ്പോഴെങ്കിലും കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിനൊരു അഡ്വൈസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ഇന്നുകൊണ്ട് തന്നെ ഇത് തീർക്കുക എന്നാണ് പറയുന്നത്. സ്റ്റോർ ചെയ്യരുത്. പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എന്നാലും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കുറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് പരമാവധി അന്നേക്ക് അന്ന് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് സാലഡ് കഴിക്കുന്നതുമാതിരി പെട്ടെന്ന് സാലഡാണ് പെട്ടെന്ന് തീർക്കുക.
അതാണ് എനിക്കൊരു ഉപദേശം നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.